ഏവർക്കും ഊരു ചുറ്റിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നമ്മുടെ പതിവ് വീഡിയോകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ഇൻ്റർനാഷണൽ ദുബായ് ട്രിപ്പ് തന്നെ ആയാലോ? വേറെ ഒന്നുമല്ല കേട്ടോ, എനിക്ക് ഷൂട്ടിൻ്റെ ഒരു ആവശ്യമായിട്ട് ദുബായ് വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ പോകുന്ന പോക്കിൽ നമുക്ക് വേണ്ടി കുറച്ച് വിഷ്വൽസൊക്കെ അവിടുന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് എത്രത്തോളം അവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം കിട്ടുന്ന വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ 2 പേരുണ്ട്. ഒന്ന് സെബിൻ ചേട്ടനും മറ്റൊന്ന് നമ്മുടെ അജിത്ത് മച്ചാനും. അപ്പോൾ ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇത്തവണ ദുബായിലോട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി ദുബായി പോയിട്ടുണ്ട്. അജിത്ത് പോയിട്ടുണ്ടോ? ഞാൻ 2 വർഷം പോയിട്ടില്ലായിരുന്നു. സെബിൻ എത്ര തവണ പോയിട്ടുണ്ട്? ഞാൻ ആദ്യത്തെ പ്രാവശ്യം. പോടാ, ഫസ്റ്റ് ടൈം? അതെ. ഇത്ര നാളായിട്ട് പോയിട്ടില്ല? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് പോകണം. അപ്പൊ നീ എത്ര വർഷം മുമ്പ് പാസ്പോർട്ടൊക്കെ എടുത്ത്? 8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ട് എവിടെയും പോയിട്ടില്ല? 8 വർഷമായിട്ട് മറ്റേ പാസ്പോർട്ട് പൂരിക്കാൻ വെച്ചേക്കായിരുന്നു. പോകാനുള്ള ആവേശത്തിന് എടുത്ത് വെച്ചതാ. അത് കുറെ കഴിഞ്ഞപ്പോഴേക്കും പോകാൻ മടിയായതുകൊണ്ട് പെരക്കാതെ വെച്ച് പൂട്ടി. തന്നെ ഇരിപ്പുണ്ട്. നന്നായി. അല്ല എടുത്തിട്ടുണ്ട്. അല്ല, വീട്ടിൽ വെച്ച് പൂട്ടി എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാൽ എടുത്തിട്ടുണ്ടോ? ആരെ കയ്യിലുണ്ട്. എടാ, അപ്പൊ ഞാൻ പോയിട്ടുണ്ട്, നീയും പോയിട്ടുണ്ട്. സെബി മാത്രം പോയിട്ടില്ല. പോകുന്നത് നമ്മൾ അറബി നാട്ടിലോട്ടാ. അപ്പോ സെബിന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിനക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ ഉപദേശം? അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം? സെബിന്റെ രീതികളൊക്കെ വെച്ച് എങ്ങനെ പെരുമാറണം? അതിപ്പോ എന്താ, സിമ്പിളായിട്ട് പറഞ്ഞാല് മര്യാദക്ക് നടന്നില്ലെങ്കിൽ അവര് ചെത്തിയെടുത്ത് ഉപ്പില്ല. ഒന്നുമില്ല, ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ മച്ചാമാരെ, നമ്മൾ നേരെ ദുബായിക്ക് പോകുന്നു. ദുബായിൽ വെച്ചുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. 11 മണിക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. ഓക്കെ. നല്ല രീതിയിൽ കാർമേഘമൊക്കെ ഇങ്ങനെ തിങ്ങി ഒരു മഴയുടെ മൂഡ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര അടിപൊളി, നല്ല മഴയൊക്കെ കണ്ട് മൂഡായിട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു ദീർഘവീക്ഷണം. നമുക്ക് നോക്കാം. നമ്മൾ പോണ വഴിയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഈവനിങ് ടൈം തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്താൻ ഇച്ചിരി പാടാണെന്നാണ് തോന്നണേ. പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല, നമുക്ക് ഏകദേശം 2 മണിക്കൂർ മുമ്പ് നമുക്ക് ചെക്ക് ഇൻ ചെയ്താൽ മതിയല്ലോ. ഇടിച്ചു കുത്തിയുള്ള മഴ വന്നില്ലല്ല, അത് പറഞ്ഞു പോയി. നിനക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? ഇല്ലടാ, എല്ലാം ഉണ്ട്. വേണ്ടപ്പെട്ട സാധനമൊക്കെ എടുത്തിട്ടുണ്ടോ? ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അവിടെ ചെന്ന് വാങ്ങാൻ നിക്കില്ല, അവിടെ നല്ല പൈസയാണ് കേട്ടോ. അല്ല, വേണ്ടതെല്ലാം ഉണ്ടല്ലോ അല്ലേ? എടാ പോടാ, ഞാൻ അതൊന്നും ഇടാറില്ലെന്ന്. അങ്ങനത്തെ ശീലമേ ഇല്ല. അങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ചില വിഷ്വൽസൊക്കെ കണ്ടു തുടങ്ങി. എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ, നല്ല മിന്നായം പോലത്തെ നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്നത്. നല്ല മഴയായിരുന്നോ? എത്തി. വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി. സത്യമായിട്ടും നമ്മൾ വന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ ഏകദേശം മഴയൊക്കെ തോർന്നു. മൊത്തം ഇതുവരെയായിട്ടും വിഷ്വലൊന്നും വരെ കാണാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ ഗേറ്റിന് അങ്ങോട്ട് എത്തുന്നു. എന്താണ്ടാ അവിടെ ഗ്യാപ്പുണ്ട്. ഇപ്പൊ അവിടെ ആള് കയറി. അപ്പുറത്തുണ്ട്. കുഴപ്പമില്ല. അടച്ചോ? അങ്ങനെ ഫൈനലി എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറി. നമുക്ക് പോകേണ്ടത് ടെർമിനൽ 3 ഓക്കെ, അപ്പം അങ്ങോട്ട് തന്നെ പോയേക്കാം.
പക്ഷേ ഇതിന്റെ ജോ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവന് വേണ്ടി വെയിറ്റ് നിൽക്കണം, ലഗേജ് ഒക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബ്രോ നമുക്കൊരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിന്റെ ജയസൂര്യ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ജയസൂര്യ ഫാമിലി അവര് പുറത്തേക്ക് എവിടെ പോകണം തോന്നുന്നു. ശിവമറ്റൻ ഫോട്ടോ എടുക്കുന്ന ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം, എടുക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ശിവമറ്റൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ വേണം ഒരു ചെറിയൊരു ഇതായിട്ട് കൊടുത്തേക്കാം. ഒരു ട്രിപ്പിൽ വന്നാന്ന് തോന്നുന്നു, എന്തായാലും വന്നിട്ടുണ്ട്. എന്ന് കണ്ടു, ഒന്ന് കാണാൻ ഭാഗ്യമുണ്ട്. നമ്മള് എയർപോർട്ടിലെത്തി. പക്ഷെ എയർപോർട്ടിൽ എത്തിയപ്പോ തന്നെ ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഈ തെണ്ടികൾ രണ്ടുപേരും, അവന്മാർക്ക് നമ്മുടെ ജയസൂര്യനെ കാണാൻ പറ്റി. രണ്ടുപേരും ഫോട്ടോസ് എടുത്തോ? നീ എടുത്തോ? ശരിക്കും പറഞ്ഞാൽ എനിക്കത് ശരിക്കും മിസ്സായി. പുള്ളി അകത്തോട്ട് കയറിപ്പോയി. എല്ലാവരും പോയി ചോദിക്കായിരുന്നു. എനിവേ സന്തോഷമായോ? സെബിൻ ദുബായിലോട്ടുള്ള യാത്ര തുടങ്ങിയപ്പോ തൊട്ട് സെബിന് നല്ല ഭാഗ്യാണ്. ഭാഗ്യം കൊണ്ടുപിടിക്കും സെബിൻ. അപ്പൊ സന്തോഷാണല്ലേ? പിന്നെ സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് നേരം നിന്ന് ഇവിടെ സമയം കളയണ്ട, നമുക്ക് പോയേക്കാം. എടാ പോവാം. ഓക്കേ. സെബി മച്ചാൻ എന്റെ ഫോണിലാണ് സത്യം പറഞ്ഞ ഫോട്ടോ എടുത്ത ജയസൂര്യായിട്ട്. അപ്പൊ ഇപ്പഴേ ആള് പറയുന്നുണ്ട് എടാ അയച്ചതാ. നിങ്ങൾ പറ, ഞാൻ കൊടുക്കണോ അതോ ചെലവ് ചെയ്യിപ്പിച്ചിട്ട് കൊടുത്താൽ മതിയോ? ചുമ്മാ എന്തായാലും കൊടുത്തേക്കാം. രണ്ടുപേരും എന്തൊക്കെയോ കത്തി വെച്ചോണ്ട് പോകുന്നുണ്ട്. എന്താണോ എന്തോ, ഇനി എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളാണോ? മറ്റേ ആൾക്കാർ കണ്ടു മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. മറ്റേ പുറകെ ആൾക്കാർ ഇപ്പൊ കൂടിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. മറ്റേ ഫാൻസ് അവിടെ ആൾക്കാർ വൻ ഫോട്ടോ പറഞ്ഞിരിക്കുകയാണ്. ഫാമിലി ഓറിയന്റഡ് ഹീറോ ഫാൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം 9 മണി. നമുക്ക് ചെക്കിങ്ങിനുള്ള ടൈം 2 മണിക്കൂർ മുമ്പ് നമുക്ക് ഉള്ളിൽ കയറണമെന്നാണ്. അപ്പൊ നല്ല തിരക്കാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ എയർപോർട്ടിനുള്ളിൽ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരുവിധം പൂർത്തിയായി. നമ്മുടെ ഗേറ്റിനോടെ വന്നിരിക്കുകയാണ്. ആവശ്യത്തിന് നല്ല തിരക്കുണ്ട് കേട്ടോ. പൊന്നളിയാ, നിങ്ങൾക്ക് ഇവിടുന്ന് ഇടിമേടിച്ച് തരണമെന്നല്ല ആഗ്രഹമുണ്ടോ? പിന്നോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ റൺവേയിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 പേർക്ക് 3 സ്ഥലത്താട്ടോ സീറ്റ് കിട്ടിയിരുന്നത്. സെബിൻ്റെ അവസ്ഥ എനിക്കറിയില്ല. ഇനി വെട്ടം സിനിമയിൽ മറ്റേ പെങ്കൊച്ചിൻ്റെ അവസ്ഥയാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫ്ലൈറ്റ് പതിയെ ഫ്ലൈ ആവാൻ വേണ്ടി തുടങ്ങുന്നു. എന്തായാലും 4 മണിക്കൂർ എടുത്ത് നമുക്ക് ട്രാവലുണ്ട്. ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. നൈസായിട്ടൊന്ന് ഉറങ്ങി അങ്ങ് പോയേക്കാം. അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ദുബായിയുടെ കാഴ്ചകളൊക്കെ പതിയെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഹബീബി കം ടു ദുബായ്. ആ പാട്ടിടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ കാര്യമില്ലല്ലോ, കോപ്പിറൈറ്റ് അടിച്ചാലോ. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ ചെക്കൗട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പെട്ടി വരുന്ന സ്ഥലത്തോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാറിൽ കയറി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, വിഷ്ണു. പെടുവല്ലേ ഓടിക്കാൻ പറ്റില്ല. ഈ മാപ്പില്ലല്ലോ, ഇത്ര പ്രചാരത്തിലില്ലല്ലോ. അപ്പൊ അന്ന് ഓടിച്ച് പഠിച്ച ആൾക്കാരെന്ന് വെച്ചാല് വഴികള് റോഡിന്റെ നിയമമൊക്കെ ലൊക്കേഷൻ നോക്കിയോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ടില്ല അന്ന് അവർ ഓടിച്ച് പഠിച്ചത്. ഓർമ്മേനെ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അറിയില്ലേ? വേണ്ട. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ബർദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. നമുക്ക് റൂമിൻ്റെ അകത്തോട്ട് കയറിയേക്കാം.
ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നേക്കുന്ന റൂം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു ലക്ഷറി തന്നെയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പണ്ട് ഞാനിവിടെ ഡയമണ്ട് നെക്ലസ് സിനിമയിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ട് വന്നിട്ട് ശരിക്കും അനുഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ അറബിക് കഥയിലെ ശ്രീനിവാസൻ്റെ ഒരു അനുഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ യഥാർത്ഥ ഒരു പ്രവാസ ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല ടയേർഡാണ്, ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. അങ്ങനെ ദുബായിലെത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പം നമുക്കിന്ന് 2 സ്ഥലത്താണ് കേട്ടോ ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത്. ഒന്ന് നമ്മുടെ ബുർജ് ഖലീഫയിലും ഒന്ന് ദുബായ് ഫ്രെയിമിലും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന യാത്രയിലാണ്. സെവിനെ ഇതാ കാണണം കേട്ടോ ദുബായ് ഫ്രെയിം. കട്ടടയല്ലടേ ദുബായ് ഫ്രെയിം, അങ്ങനെ പറ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ദുബായ് ഫ്രെയിമിന് 2 സൈഡിൽ നിന്ന് ലിഫ്റ്റ് ഉണ്ട്, ഒന്ന് കയറാനും ഒന്ന് ഇറങ്ങാനും. നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന ഏരിയയിൽ നിന്ന് സത്യം പറഞ്ഞാൽ അടിപൊളി വിഷ്വൽസ് ആണ് കേട്ടോ കാണുന്നത്. എടാ തെണ്ടി ഫ്രെയിമിൽ നിന്ന് ഇറങ്ങി പോടാ. സൂപ്പർ ഫ്രെയിം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബുർജ് ഖലീഫിലോട്ട് പോകണം. നമ്മുടെ വണ്ടി ഇവിടെ എവിടെയോ കിടപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ദൂസത്താനി. അതിന് പിന്നിലായിട്ട് നമുക്ക് ബുർജ് ഖലീഫയുടെ ഒരു ചെറിയ വ്യൂ ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം മച്ചാമാരെ നമ്മളിപ്പം നിൽക്കുന്ന ദുബായ് മാളിൻ്റെ മുന്നിലാണ്. നമുക്കിനി നേരെ ലൊക്കേഷനിലോട്ട് പോകാം. ഇത് ഈ കാണുന്നതാണ് കേട്ടോ ദുബായ് മാള്. നമുക്ക് ഷൂട്ട് ആയതുകൊണ്ട് അകത്തുനിന്ന് ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. തൊട്ടടുത്തായിട്ട് കാണുന്നത് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ബുർജ് ഖലീഫ. ഇത് ബുർജ് ഖലീഫ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കെട്ടിടം. എടാ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമോ? കയറാൻ പറ്റൂല, ഇതിന് പാസ്സൊക്കെ എടുക്കണം. നല്ല രസമുണ്ടല്ലോ.
അങ്ങനെ വാട്ടർ ഡാൻസ് ഒക്കെ ദേ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞൊന്ന് റൂമിലെത്തിയൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളൊന്ന് നൈറ്റ് വൈബ് കുടിക്കാൻ വേണ്ടി നമ്മുടെ ക്രീക്കിൽ നിന്ന് ദേറയിലോട്ട് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഷാർജയിലുള്ള ഗോഡ് സൂക്കിലോട്ട് പോകാനാണ് പ്ലാൻ. ഗ്ലോറിയ അതവൻ എന്തായാലും ഇഷ്ടപ്പെട്ടു. പേര് തന്നെ അവന് ഇഷ്ടപ്പെട്ടു. ഓ യാ അതാണ് ഞാൻ പറഞ്ഞില്ലേ, പേര് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പോരാ, അവന് ഗ്ലോറിയാണ് ഇഷ്ടപ്പെട്ടത്. ആ പേരിൽ തന്നെ വീണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഷൂട്ടിന് വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കൊള്ളായിരുന്നു കേട്ടോ. കാര്യം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആൾക്കാർ നിസ്കരിക്കുന്ന ഒരു ചടങ്ങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഒരു അനുഗ്രഹപൂർണ്ണമായ ദിവസമാകട്ടെ ഇന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മളോട് സെബിൻ ചേട്ടൻ വന്നിട്ടില്ല. വേറൊന്നുമല്ല, പുള്ളിക്ക് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും പിടിച്ചില്ലെന്ന് തോന്നുന്നു. നല്ല ഉറക്കത്തിലാണ്. എനിക്ക് പനിക്കോളെന്നൊക്കെ പറഞ്ഞ അവിടെ അഭിനയിച്ച് കിടപ്പുണ്ട്. ഉള്ളതാണോ അല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അജിത്തുണ്ട്, അജിത്താണല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ഡയറക്ടർ ചേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. वो ये कौन बनाया था? ये वो लोग के पास होएगा ना? ये जो फोटो आपके पास है वो आप लोगों ने बनाया है? हाँ जी. ओके ओके, थैंक यू. ओके. നമ്മുടെ അജിത്ത് അവിടെ ഷൂട്ടിന് വേണ്ടിയുള്ള ക്യാമറയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം മച്ചാന്മാരെ, ഇതാണ് കേട്ടോ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. എനിക്കിവിടെ നിന്ന് ഒരുപാട് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഷൂട്ടിംഗ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ ആർട്ടുകാർ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന വിഷ്വൽസ് ഒന്നും വെളിയിൽ പോകാൻ പാടില്ല.
ഇതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്പുട്ട് ഞാൻ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നൊരു വിഷ്വൽസാണ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഗ്ലോബൽ വില്ലേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് അവരായിട്ട് ഇന്ന് നൈറ്റ് അവിടെ കൂടാന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ എൻട്രൻസിൻ്റെ അവിടെ ഉണ്ട്. അവിടെ അവിടെ അടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ മുന്നിലോട്ട് എത്തിയിരിക്കുന്നു. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത് അവരെ പോസ്റ്റാക്കി നിർത്തി കേട്ടോ. നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അവർ. നമ്മുടെ കൂടെ മീനും ഉണ്ട്, വിഷ്ണു ഉണ്ട്, ജിതിനും ജിതിൻ്റെ വൈഫും ഉണ്ട്. അവർ നമുക്ക് വേണ്ടി ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അകത്തേക്ക് പോവാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഗ്ലോബൽ വില്ലേജ് ഒരു വേൾഡ് കൾച്ചറൽ ഫെയർ ആണ് കേട്ടോ. നമ്മുടെ ലോകത്തിലെ തന്നെ ഏകദേശം ഒരു 90-ലധികം രാജ്യങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും അവരുടേതായ ഭക്ഷണം, കല, കച്ചവടം, അവരുടെ കൾച്ചർ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. യമൻ, How much this? This one ginger. Ginger. How much? This one 1 kg 200. Half kg 100. Right? Okay. കള്ള്, കത്ത, കടാര എല്ലാം ഉണ്ടല്ലോ. എൻ്റെ പൊന്നെ, ഇത് എന്തോ സംഭവം. مليالم على الزول من عندكم. നുണയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? او يا باينا خلاص. No kochi, no Malayalam. Yemen. Every Indian wearing sari. I know. They told me this sari. This is Punjabi. This is. മീന് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. See the plastic here. See how it's coming? Black. 1 second more, it's coming fire. ജോർദാൻ, ഇറാഖ്, ആഫ്രിക്കൻ കുറച്ച് ക്ലിപ്സ് എടുത്തു ആണല്ലേ. ഹായ്. 1 2 3.
മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാൻ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലുള്ള ഏകദേശം 90 രാജ്യങ്ങളിലെ വിവിധ രീതിയിലുള്ള മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നടക്കുന്ന ഓരോ വഴി നമുക്ക് ഫീൽ ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ ഈ കണ്ട രാജ്യത്തൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ പോയൊരു ഫീല് നമുക്ക് അത് കിട്ടുന്നുണ്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പം ഐസ്ക്രീം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മച്ചാൻ്റെ കയ്യിലോട്ടൊന്ന് നോക്കി, ആ കുഞ്ഞിൻ്റെ അവൻ്റെ കയ്യിൽ തോക്കൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ ഓരോ, നല്ല യഥാർത്ഥം നമ്മൾ കുഞ്ഞു പിള്ളേരെ പോലെ തന്നെ. ഇനി തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഈശക്കുട്ടിക്കും മിന്നക്കുട്ടിക്കും 2 ഡോളിനെ വാങ്ങിക്കൊണ്ട് പോകണം. ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളൊരു ടാക്സി എടുത്തതേ ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ ഫ്രണ്ട്സ് അവരുടെ സ്റ്റേ ചെയ്യണ സ്ഥലത്തോട്ട് അവർ പോയി. മിക്കവാറും നമ്മളെ വീഡിയോ അവൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും മിക്കവാറും തെറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അവനില്ലായിരുന്നില്ല സെബിനോ അവൻ കിടന്നുറങ്ങിയ നമ്മുടെ പ്രശ്നമല്ലല്ലോ. ഇതെന്തോ ഇവിടെ ദുബായ് തന്നെയാണ്, ആളുവാനൊക്കൊന്നുമില്ലല്ലോ. ഒരാളെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഡിബ് വഴി ഹത്തയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഹത്ത എന്ന് പറയുന്നത് ഒമാൻ ദുബായ് ബോർഡർ ഏരിയയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആൾതാമസം കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇത് ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ആട് ജീവിതമൊക്കെ കണ്ടിട്ടില്ലേ, ഈ ആടിനെ മേയ്ക്കുന്ന പരിപാടി, അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഡിബ്ബ
എങ്ങോട്ട്? ഒമാനിലോട്ടോ? എടാ അങ്ങോട്ട് പോണേ പാസ്പോർട്ട് മാത്രം പോരടാ, വിസ ഒക്കെ എടുക്കേണ്ടി വരും. എടാ ദാ കാണുന്ന കപ്പലില്ലേ, അതിൻ്റെ പേരാണ് ക്യൂൻ എലിസബത്ത് II. ഇതൊരു ബ്രിട്ടീഷ് കപ്പലാണേ. 2008 ഏകദേശം ഇതിൻ്റെ സർവീസൊക്കെ നിർത്തി. അതിനുശേഷം അവരിങ്ങോട്ട് ഇത് കൊണ്ടുവന്ന് എന്നിട്ട് ഇവിടെ ഒരു ഹോട്ടലായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഇതിനെ വഴി പോകുമ്പോൾ ആ ഷിപ്പിൽ ആ ഒരു വൈബ് അടിപൊളിയാട്ടോ. നല്ല കിടിലം വ്യൂ ആണ്. അതേടാ, ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുള്ള. അപ്പോൾ ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു വീടെത്തി ഉമ്മാർ എങ്ങോട്ട് ചവിട്ടി പോവുകയാണോ? മുന്നോട്ട് കൂടെ നോക്കണ്ട, വീഡിയോ എടുക്കുന്നതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ക്രീക്ക് ഹാർബറിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൂർജ് ഖലീഫയുടെ ഒരു ലോങ് വ്യൂ സൈറ്റൊക്കെ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ബൂർജ് ഖലീഫയെക്കാട്ടിലും ഉയരമുള്ള ദുബായ് ക്രീക്ക് ടവറിൻ്റെ ഒരു കെട്ടിടം വരുന്നത്. 2016 പണി ആരംഭിച്ചതാണ്. പക്ഷേ ആക്ച്വലി 2025 MR കമ്പനിയുടെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ പ്രകാരം ടവറിൻ്റെ പണികൾ പ്രത്യേകിച്ച് നടക്കുന്നില്ല. ഈ ക്രീക്ക് ടവറിൻ്റെ ഉയരം ഏകദേശം പറയുമ്പോൾ 4265 തൊട്ട് 4593 അടി വരെ വന്നേക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോമീറ്ററിനൊക്കെ മുകളിൽ. അപ്പോൾ മച്ചാമാരെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് നമുക്ക് ദുബായ് ക്രീക്ക് ഹാർബറിലെ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പോഴുള്ള പോരായ്മകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നികത്തുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ദുബായ് കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 8 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഊരു ചുറ്റി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കണം കേട്ടോ.